ചാലിങ്കപ്പടിയിൽ ഇപ്പോൾ ഉണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കോട്ടയം ഭാഗത്തു നിന്ന് വെട്ടത്തുകവലയിലേക്ക് വന്ന ബൈക്കും വെട്ടത്തുകവലയിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോയ കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാറ് കിടക്കുന്നത് കോട്ടയത്തു നിന്ന് വെട്ടത്തുകവലയിലേക്ക് വന്ന റൂട്ടിലാണ് കാറ് കിടക്കുന്നതായിട്ട് കാണുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറ് വട്ടം കറങ്ങി ഇങ്ങനെ തിരിഞ്ഞു വന്നതാണ്. ഇന്ന് വൈകിട്ട് 9 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. അപകടം പറ്റിയ ഉടൻ തന്നെ എല്ലാവരെയും മാങ്ങാനത്ത് മന്നര ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചത്. തോട്ടയ്ക്കാട് കളരിക്കൽ ജോൺ യേശുദാസ്, അദ്ദേഹത്തിൻ്റെ കുട്ടികളായ ഏഞ്ചൽ, ആൽഫ എന്നിവർക്ക് ചെറിയ പരിക്കുകളുണ്ട്. എന്നാൽ വിശദമായ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബൈക്ക് യാത്രികനായ ബോണി വർഗീസിൻ്റെ കാലിന് ഒടിവുണ്ട്. അദ്ദേഹത്തെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ബൈക്ക് ഇടിച്ചതിന് ശേഷം ഇവിടെയാണ് അദ്ദേഹം തെറിച്ച് വീണ് ഇവിടെയാണ് കിടന്നത്. ബൈക്ക് യാത്രക്കാരനായ ബോണി വർഗീസിന്റെ ബാഗാണ് അവിടുന്ന് കിട്ടിയത്. അതിൽ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അടക്കം ഉണ്ടായിരുന്നു. അത് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയ്യോ അവിടെ കിടന്നോ? തലയിടിച്ചു ആക്സിഡന്റ് സമയത്ത് കുട്ടികളുടെ തല കാറിന്റെ ഗ്ലാസ്സിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് ചെറിയ മുറിവുണ്ടെന്നാണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം പറഞ്ഞത്. സംഭവം നടന്ന ഉടൻ തന്നെ കോട്ടയത്തു നിന്ന് ഈസ്റ്റ് പോലീസിലെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയായിരുന്നു.
അവരും നാട്ടുകാരും എല്ലാം വാഹനം വഴിയുടെ നടുക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഗതാഗത തടസ്സമുണ്ടായിരുന്നു. ഉടൻ തന്നെ വാഹനം അവിടുന്ന് നീക്കിയിടാനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. ഇതൊരു വലിയ വളവാണ്. ഇവിടെ മിക്ക ദിവസങ്ങളിലും അപകടങ്ങളാണ്. ഞാനിത് ഒരുപാട് തവണ തന്നെ നമ്മുടെ ചാനലിൽ ഈ അപകടത്തിൻ്റെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരൊക്കെ എല്ലാവരും പരാതിയിലാണ്. മിക്കവർക്കും രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. മിക്കപ്പോഴും രാത്രിയിലാണ്. ഇവിടെ തൊട്ട് സമീപത്ത് കുറച്ചുനാൾ മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കടയുടെ തൊട്ട് സമീപത്തൊരു കടയുണ്ട്. കടയുടെ മുന്നിലാണ് ആക്സിഡൻറ്റ് നടന്നത്. ബൈക്ക് യാത്രക്കാരൻ അവിടെ വെച്ച് മരിച്ചു കിടക്കുകയായിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോഴത്തേനാണ് ആളെ മരണവിവരങ്ങളും വാർത്തകളും എല്ലാം ജനങ്ങൾ അറിഞ്ഞത്. അത്രയ്ക്കും അപകടം പിടിച്ചൊരു വളവാണ്. PWD അധികാരികളോട് പല തവണ പറഞ്ഞിട്ടും അവരാരും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന പോലുമില്ല. പോലീസ് ഉദ്യോഗസ്ഥർ നേരെ മന്ദിരത്തിലേക്ക് പോവാണ്. അവരെ പരിക്കേറ്റവരെ എല്ലാം മന്ദിരത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നാട്ടുകാരൊക്കെ ഭയങ്കര പ്രതിഷേധത്തിലാണ്. കാരണം ഇവിടെ മിക്ക ദിവസവും അപകടങ്ങൾ നടക്കുന്നതുകൊണ്ട്. അതുപോലെ റോഡിൻ്റെ ഇരുവശം മുഴുവൻ കാട് വളർന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, വളവിൻ്റെ മുന്നറിയിപ്പെന്ന് പറഞ്ഞ്. പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല. അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഉണ്ട് ഈ പരിസരം മുഴുവൻ അതിഭയങ്കരമായ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെയാണ് സൈൻ ബോർഡ് ഇരിക്കുന്നത്. ഉണ്ട്, ഇതൊക്കെ അതുപോലെ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഉയരത്തിൽ കാട് കയറിയിരിക്കുകയാണ്. ഇതൊരു കൊടും വളവാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങളുണ്ടാണ്. പക്ഷേ ആരും ഇതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. രണ്ട് സൈഡും ഉണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡ് ഇരുവശവും കാട് നിറഞ്ഞു നിൽക്കുകയാണ്. ഫുട്പാത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ആൾക്കാർ ഇപ്പം കണ്ട് നിങ്ങൾക്ക് കാണാം, എല്ലാവരും റോഡിൽ കൂടെ വേണം നടക്കാൻ വേണ്ടി. ഫുട്പാത്തിലാണ് മുഴുവൻ കാട് വളർന്നു നിൽക്കുന്നത്. കാറ് കെട്ടിവലിച്ച് വേണം അവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടി. കാരണം അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ എല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ്. അവിടുന്ന് ഒതുക്കിയിടാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. അതിന്റെ പുറകെ പൊക്കോ.
ശരിയോ ഇല്ലല്ലോ. ഇല്ല, ഇരിക്കാൻ പറ്റില്ല, ഇടയില്ല. ചക്കായി ആ മുന്നോട്ട് വലിച്ചേ. മാറ്റി വെക്കാം. അങ്ങോട്ട് ചേർന്നോളും വണ്ടി. നീ പറയാൻ പൊക്കിയെടുത്താൽ കേട്ടോ. ഓർമ്മേ സ്ഥലം പൊക്കി മാറ്റി വെച്ചാൽ വാഹനം നീക്കിയിട്ട് അവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരെല്ലാം വണ്ടിക്കകത്തുള്ള എന്തെങ്കിലും രേഖകളൊക്കെ ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചായിരുന്നു. അപ്പം അതിൻ്റെ അകത്തുനിന്ന് കാറിൻ്റെ അകത്തുനിന്ന് ഒരു വീടിൻ്റെ താക്കോലും കാറിൻ്റെ താക്കോലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ് മന്ദര ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഇവരുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി. അന്നേരം അവരവിടുന്ന് മന്ദരത്തിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന് വയറിന് ചെറിയ വേദനയുണ്ടെന്ന് പറഞ്ഞു. സ്റ്റിയറിംഗ് വീല് ഇടിച്ചതാകാനാണ് സാധ്യത. കുട്ടികളുടെ തലയ്ക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇസ്രായേലിലാണ്. അവരും അവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. വണ്ടിയുടെ താക്കോലും പിന്നെ വണ്ടിക്കകത്തിരുന്ന താക്കോലും കൊടുത്തേക്കാം. പോലീസ് അങ്ങോട്ടല്ലേ ആശുപത്രിയോട്ട്? കൊടുത്തേ. അത് വേണ്ടുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അതെ അതെ. പോലീസ് ഉദ്യോഗസ്ഥരും മന്ദിര ഹോസ്പിറ്റലിൽ തിരിച്ചിവിടെ വരികയും വാഹനങ്ങളൊക്കെ വീണ്ടും പരിശോധിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കാരണം വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. റേഞ്ചില് പിള്ളേരുടെ ഫാമിലി ക്ലിനിക്ക് കൊടുത്താൽ കുഴപ്പമില്ല. ഇതിനായിട്ട് താക്കോല ഫോട്ടോ ഇല്ലേ? മടുക്കുമൂട് അറിയത്തില്ല. അത് കുട്ടനാടാ കാണിക്കുന്നത്.